ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിൽ ഒരു ഇതളുകൾ പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. 3 ഇതളുകൾ പോലെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ലൈൻസുകൾ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 2 കളർ നൂല് വെച്ചിട്ടാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ആദ്യം ഒരു കളർ വെച്ച് നൂല് ചെയ്യും, പിന്നെ രണ്ടാമത്തെ കളർ നൂല് വെച്ച് ചെയ്യും കേട്ടോ. 3 ഇഴ നൂലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നൂലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂചിനകത്ത് കോർത്ത് ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതളിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെ വരച്ച ലൈനിലേക്കാണ് കുത്തി ഇറക്കണത് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോൾ ലോങ് ആണ് ചെയ്തത്. ഇനി രണ്ടാമത്തത് നമുക്ക് ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അത് ഇതളിൻ്റെ മുകളിൽ നിന്ന് തന്നെ സൂചി കുത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈനിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുക കേട്ടോ. ഒരു കളർ നൂല് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത് ഇതുപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത ലോങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് ഷോർട്ടായിട്ട് കുത്തണം. പിന്നെ ഷോർട്ട് ചെയ്തോടത്തേക്ക് ലോങ് ആയിട്ട് കുത്തും രണ്ടാമത്തെ കളർ നൂല് വെച്ചിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കളർ നൂല് വെച്ചിട്ട് ലോങ് സ്റ്റിച്ച് ആദ്യം, രണ്ടാമത് ഷോർട്ട് സ്റ്റിച്ച്, വീണ്ടും ലോങ് സ്റ്റിച്ച്, വീണ്ടും ഷോർട്ട് സ്റ്റിച്ച്, അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളർ നൂല് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. 2 കളർ വേണമെന്നുള്ളൂ. അതുപോലെ തന്നെ 3 ഇഴ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ലോങ് സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ ആദ്യം വരച്ച ലൈനിലേക്ക് ഷോർട്ട് സ്റ്റിച്ചായിട്ട് കൊടുക്കുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് ഒരു ഇതളിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടിയിലേക്ക് സൂചി കുത്തി കൊടുത്തിട്ട് അതൊന്ന് കെട്ടിയിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു കളർ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ചെയ്തെടുക്കാം. ഇനി വെള്ള കളർ നൂല് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഭാഗം ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ലോങ് സ്റ്റിച്ചായിരുന്നു മുകളിൽ നിന്ന്. ഇതിന് നമ്മൾ അതിൻ്റെ കറക്റ്റ് നേരെ വരുമ്പോൾ ഷോർട്ട് സ്റ്റിച്ചായിട്ടാണ് വരാം കേട്ടോ. അപ്പോൾ വെള്ള കളർ നമ്മൾ ചെയ്യുമ്പോൾ ഷോർട്ട് സ്റ്റിച്ചായിട്ട് അടിയിൽ നിന്ന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചായിട്ടും വരും. അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ റോസ് കളർ നൂല് വെച്ച് ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും അടുത്തതൊക്കെ വരാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കളർ ലൈറ്റും ഒരു കളർ ഡാർക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ലൈറ്റ് കളറും ഡാർക്ക് കളറായിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിച്ച് കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും, മറ്റേ കളർ ലൈറ്റായിട്ട് കാണിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏത് കളർ നൂല് വെച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതേ ഞാൻ ആ സ്റ്റിച്ചും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൻ്റെ അറ്റത്തെത്തുമ്പോൾ സൂചി താഴോട്ട് ഇറക്കിയിട്ട് കെട്ടിട്ടതിന് ശേഷം ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിങ്ങിനകത്ത് കേട്ടോ. ഞാൻ ഓറഞ്ച് കളർ നൂലെടുത്തിട്ടാണ് ലോങ് ആൻഡ് ഷോർട്ട് ആദ്യം കൊടുക്കണേ കേട്ടോ. താഴെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു പൂക്കളുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല പൂക്കളുടെയും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ഒരേപോലത്തെ ലെവലായിട്ടല്ല കൊടുക്കണേ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്റ്റിച്ച് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നടുഭാഗം മാത്രം നമുക്ക് ഓറഞ്ച് കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലൈൻ വരയ്ക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടണമെന്നില്ല. ഒരെണ്ണം കൂടുതലും കുറവായിട്ടിരിക്കുന്ന പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്താണത് കേട്ടോ. അപ്പോൾ ഇടയിലേക്ക് നമ്മൾ രണ്ടാമത്തെ കളർ നൂല് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഒരേപോലെ ഇരിക്കാണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഇതളിൻ്റെ ഒരു കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തെ കളർ വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 2 കളർ വെച്ചിട്ടും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം പൂക്കളെ. അപ്പോൾ ദേ പൂക്കൾ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് 2 പൂവും ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഇലകളും കൊടുക്കാം കേട്ടോ. അപ്പോൾ ലീഫ് സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ഇലകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇടയിൽ നടുവിലായിട്ട് വരുന്ന ഭാഗത്ത് ഓറഞ്ച് കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവേം കേട്ടോ. അപ്പോൾ ഒരു വട്ടത്തിലോ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ പൂമ്പൊടി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.